ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ വിഷുവിനുള്ള പർച്ചേസിങ്ങിനായിട്ട് ബ്രോഡ്വേയിൽ ഇറങ്ങിയതാണ് കേട്ടോ. നട്ടുച്ച സമയത്തുണ്ട്, വെയിലത്ത് തന്നെയാണ് കേട്ടോ പർച്ചേസിങ് നടക്കുന്നത്. അപ്പോൾ അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഉള്ളു, ബാക്കിയെല്ലാം ഇന്നലെ വാങ്ങിച്ചു. അപ്പോൾ അത് കണി വയ്ക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ട്, വെയിലുകൊണ്ട് വാടുന്നുണ്ടെല്ലാം. ഞാനിപ്പോൾ 2-3 ഐറ്റംസേ വാങ്ങിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പായസത്തിനുള്ള പരിപ്പ് പിന്നെ കണിക്കുള്ള 2-3 ഫ്രൂട്ട്സും മാത്രം വാങ്ങി ഞാൻ എന്താ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം ഈ വെയിലത്തുനിന്ന് രക്ഷപ്പെട്ട് മാർക്കറ്റിലെ ചൂടിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം കണി വെക്കാനായിട്ട് ഇതാ മാങ്ങ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ട് മാങ്ങയൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. അപ്പം മാങ്ങയുണ്ട്, ഈ മാങ്കോസ് ചേട്ടന്മാർ ഇതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾ കാണണ്ടേ കണിക്കൊന്ന നോക്ക് പറിച്ച് നദീഷ് ചേട്ടൻ ഇവിടെ സെറ്റാക്കിയതാ വെച്ചിട്ടുണ്ട് കേട്ടോ. കണിക്കൊന്നില്ലല്ലോ നോക്കി. അപ്പോൾ ദേ മീനൂസും ഉണ്ണിയും പടക്കങ്ങളൊക്കെ വാങ്ങിയത് ഞങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാൻ ബെഡിൽ നിരത്തി വെച്ചേക്കണ കേട്ടാം. പടക്കങ്ങൾ എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ഒന്ന് സന്ധ്യ ആവാൻ കാത്തിട്ടുണ്ട് പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ. പിന്നെ അതേ കണിക്കുള്ള സാധനങ്ങളൊക്കെ ഒടുക്കി വെച്ചിട്ടുണ്ട്. കണിക്കൊന്ന എങ്ങനെയൊക്കെയോ ഒപ്പിച്ചതാണ് കേട്ടോ. തൊട്ടപ്പുറത്തെ മരം ഉണ്ടെങ്കിലും എല്ലാ കൊന്നപ്പൂക്കളും വീണുപോയായിരുന്നു. പിന്നെ നമ്മുടെ പടക്കം പൊട്ടിക്കൽ പരിപാടി ഇതാ സന്ധ്യ ആയിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. മീനൂസിനാണെങ്കിൽ എല്ലാ വർഷവും പേടിയായിരിക്കും കേട്ടോ ആദ്യം തന്നെ കത്തിക്കാൻ. പിന്നെ ഒരു 1-2 വർഷം കത്തിച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഓക്കെ ആവണത് കേട്ടോ. ഉണ്ണിക്ക് പിന്നെ ആകെ പേടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഒരാൾ ഈ ശബ്ദകോലാഹലം കേട്ടിട്ട് പേടിച്ചിട്ടുണ്ട് അച്ഛൻ്റെ കാലിൻ്റെ അടിയിലാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു.